Hi everyone, speed control of three-phase induction motors using variable voltage and variable frequency or AC drives. ഇതിൽ നമ്മൾ DC ഡ്രൈവ്സിൻ്റെ ഫീച്ചേഴ്സ് അതിൻ്റെ പാരാമീറ്റർ സെറ്റിങ്സ് നമ്മൾ എങ്ങനെയൊക്കെയാണ് അതിൻ്റെ പാനലിൻ്റെ അകത്ത് ഓപ്പറേറ്റർ പാനലിൻ്റെ അകത്ത് അതിൻ്റെ പാരാമീറ്റർ സെറ്റിങ്സ് ഒക്കെ എങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വീഡിയോനകത്ത് നമ്മൾ പാരാമീറ്റർ സെറ്റിംഗ് ഓഫ് AC ഡ്രൈവിൻ്റെ പാരാമീറ്റർ സെറ്റിംഗ് അതിൻ്റെ ഓപ്പറേഷനൊക്കെയാണ് നോക്കാൻ പോകുന്നത്. പാരാമീറ്റേഴ്സ് എന്ന് പറയുമ്പം AC ഡ്രൈവിൻ്റെ അകത്ത് DC ഡ്രൈവിൻ്റെ അകത്ത് പാരാമീറ്റേഴ്സ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ആർമേച്ചർ വോൾട്ടേജ്, അതുപോലെ ഫീൽഡ് കറണ്ട്, ദെൻ ടോർക്ക്, ആർമേച്ചർ കറണ്ട്, ഇതൊക്കെയായിരുന്നു നമുക്ക് അതിൻ്റെ പാരാമീറ്റേഴ്സായിട്ട് പറഞ്ഞിരുന്നത്. ആ പാരാമീറ്റേഴ്സൊക്കെയാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇവിടെ AC ഡ്രൈവിൻ്റെ റിലേഷൻ എന്തായിരുന്നു? AC ഡ്രൈവിനകത്ത് നമ്മൾ V/F റേഷ്യോ ആണ് കോൺസ്റ്റൻ്റ് ആക്കിയിരുന്നത്. അതായത് ഇവിടെ വോൾട്ടേജും ഫ്രീക്വൻസിയുമാണ് നമ്മൾ വേരി ചെയ്യുന്നത്. The speed N of AC induction motor is directly proportional to voltage V and frequency F of the applied power supply. അപ്ലൈഡ് പവർ സപ്ലൈൻ്റെ ഫ്രീക്വൻസിയും വോൾട്ടേജും ഡയറക്റ്റ്ലി പ്രപ്പോർഷണൽ ആണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. സ്പീഡിന് ഡയറക്റ്റ്ലി പ്രപ്പോർഷണലാണ്. എങ്ങനെയായിരുന്നു ആ ഇക്വേഷൻ കിട്ടിയത്? V = 4.44 ഇൻറ്റു F ഇൻറ്റു N ഇൻറ്റു 5M. അതായിരുന്നു നമ്മുടെ ഇക്വേഷൻ. അതിൽ നിന്ന് V/F = എന്ന് എഴുതി കഴിഞ്ഞാൽ 4.44 ഇൻറ്റു N എന്ന് പറയുന്നത് നമ്പർ ഓഫ് ടേൺസ് ഇൻറ്റു 5 എന്ന് കിട്ടും. അപ്പം സ്പീഡ് നമുക്ക് അതിൻ്റെ അപ്ലൈഡ് ഫ്രീക്വൻസിക്കും അപ്ലൈഡ് വോൾട്ടേജിനും ഡയറക്റ്റ്ലി പ്രപ്പോർഷണലാണ്. വിത്തിൻ ദ ബേസ് സ്പീഡ് ലിമിറ്റ് ദ ടോർക്ക് ക്യാൻ ബി കെപ്റ്റ് കോൺസ്റ്റൻറ്റ് ബൈ മെയിൻറ്റെയിനിങ് എ കോൺസ്റ്റൻറ്റ് വോൾട്ടേജ് ബൈ ഫ്രീക്വൻസി റേഷ്യോ. ബേസ് ലിമിറ്റിൻ്റെ താഴെ വിത്തിൻ ദ ബേസ് ലിമിറ്റ് ടോർക്കിൻ്റെ ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്യും? ടോർക്ക് വാല്യൂ കോൺസ്റ്റൻ്റ് ആക്കി വയ്ക്കും ബൈ മെയിൻറ്റെയിനിങ് എ V/F റേഷ്യോ കോൺസ്റ്റൻറ്റ്. V/F റേഷ്യോ കോൺസ്റ്റൻ്റ് ആക്കിയിട്ടാണ് നമ്മൾ ടോർക്ക് കോൺസ്റ്റൻ്റ് ആക്കിയിരുന്നത്. ദെൻ ഇൻക്രീസിങ് ഓഫ് ദ സ്പീഡ് ടു എബവ് ബേസ് സ്പീഡിൻ്റെ മേലേക്കാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ക്യാൻ ബി പോസിബിൾ ബട്ട് അറ്റ് ദ കോസ്റ്റ് ഓഫ് ടോർക്ക്. അതായത് ബേസ് സ്പീഡിൻ്റെ മേലേക്ക് നമുക്ക് സ്പീഡ് ഇൻക്രീസ് ചെയ്യുന്നത് പോസിബിളാണ്. പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്, അവിടെ നമുക്ക് ടോർക്കിനെ കോമ്പൻസേറ്റ് ചെയ്യേണ്ടി വരും. കാരണം അതുവരെ നമുക്ക് ബേസ് സ്പീഡ് വരെ ടോർക്ക് കോൺസ്റ്റൻ്റ് ആക്കി വെക്കാൻ സാധിച്ചിരുന്നെങ്കിൽ, അതായത് V/F റേഷ്യോ കോൺസ്റ്റൻ്റ് ആക്കി വെക്കാൻ സാധിച്ചിരുന്നെങ്കിൽ, നമ്മളൊരു ഗ്രാഫ് നോക്കിയിട്ടുണ്ടായിരുന്നു. അതുവരെ കോൺസ്റ്റൻറ്റ് ടോർക്ക് കോൺസ്റ്റൻറ്റ് V/F റേഷ്യോയിൽ വർക്ക് ചെയ്തിട്ട് ബേസ് സ്പീഡ് കഴിഞ്ഞാൽ ഗ്രാഫ് നേരെ താഴേക്ക് പോരും. അതായത് അവിടെ V/F റേഷ്യോ റെഡ്യൂസ് ചെയ്യാൻ തുടങ്ങും. അതോടൊപ്പം തന്നെ ടോർക്കും റെഡ്യൂസ് ചെയ്ത് അവിടെ കോൺസ്റ്റൻറ്റ് ഹോഴ്സ് പവർ റീജിയൻ ആയിട്ടാണ് അവിടെ വർക്ക് ചെയ്യാറ്. ദെൻ VFD ഓർ വേരിയബിൾ വോൾട്ടേജ് വേരിയബിൾ ഫ്രീക്വൻസി ഡ്രൈവ്സ് ആർ യൂസ്ഡ് ഫോർ എഫിഷ്യൻറ്റ് സ്പീഡ് കൺട്രോൾ ഓഫ് AC മോട്ടോഴ്സ്. AC മോട്ടോഴ്സിൻ്റെ എഫിഷ്യൻറ്റ് സ്പീഡ് കൺട്രോളിന് വേണ്ടിയിട്ട് എപ്പോഴും VFD ഡ്രൈവ്സ് ആണ് യൂസ് ചെയ്യാറുള്ളത്. ഇനി ഡിസ്പ്ലേ യൂണിറ്റ് ഓഫ് AC ഡ്രൈവ്. ഒരു AC ഡ്രൈവിൻ്റെ ഡിസ്പ്ലേ യൂണിറ്റാണ് നമുക്ക് റൈറ്റിൽ തന്നിട്ടുള്ളത്. എന്തൊക്കെയാണുള്ളത് ഫിഗറിനകത്ത്? AC ഡ്രൈവ് ഹാസ് എ ഫ്രണ്ട് പാനൽ വിച്ച് ഇൻക്ലൂഡ്സ് 2 പാർട്ട്. അതിനൊരു ഫ്രണ്ട് പാനലുണ്ട്. അതിന് 2 പാർട്ടാണ് മെയിനായിട്ടുള്ളത്. ഒരു ഡിസ്പ്ലേ പാർട്ടും ഉണ്ട്, ഒരു കീപാഡ് പാർട്ടും ഉണ്ട്. മേലെ ഒരു LED ഡിസ്പ്ലേ കണ്ടിട്ട് നമുക്ക് കാണാം. മേലെ ഒരു LED ഡിസ്പ്ലേ ഉണ്ട്. അതിൽ തന്നെ താഴെ നമുക്കൊരു കീപാഡ് പാർട്ടും കൂടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, നമുക്ക് ഡാറ്റാസ് എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ട്. ദി ഡിസ്പ്ലേ പാനൽ ഈസ് പ്രൊവൈഡഡ് വിത്ത് എ പാരാമീറ്റർ ഡിസ്പ്ലേ ആൻഡ് ഷോസ് ഓപ്പറേഷൻ സ്റ്റാറ്റസ് ഓഫ് ദി AC ഡ്രൈവ്. ഡിസ്പ്ലേ പാനലിൻ്റെ അകത്ത് പാരാമീറ്റർ ഡിസ്പ്ലേ ആണ് അവിടെ മെയിനായിട്ടും വരുന്നത്. നമുക്കവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ഓപ്പറേഷൻ സ്റ്റാറ്റസും കൂടെ അവിടെ പ്രൊവൈഡ് ചെയ്യും. ദെൻ കീപാഡ് പ്രൊവൈഡ്സ് പ്രോഗ്രാമിംഗ് ഇൻ്റർഫേസ് ബിറ്റ്വീൻ യൂസേഴ്സ് ആൻഡ് AC ഡ്രൈവ്സ്. കീപാഡാണ് പ്രോഗ്രാമിംഗ് ഇൻ്റർഫേസ് പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മൾ ഉപയോഗിക്കുന്ന ആളും അല്ലെങ്കിൽ ഓപ്പറേറ്ററും ഈ AC ഡ്രൈവും തമ്മിൽ കണക്ട് ചെയ്യുന്നത് ആരാണ് ശരിക്കും? ഈ ഇൻ്റർഫേസ്, അതായത് കീപാഡ് എന്ന് പറയുന്ന പ്രോഗ്രാമിംഗ് കീപാഡാണ് നമുക്ക് നമ്മളെയും ആ AC ഡ്രൈവിനെയും തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഇതിനകത്ത് മോഡ് ഓർ റീസെറ്റ് ബട്ടൺ. ഫിഗറിൽ നമുക്ക് മോഡ് ഓർ റീസെറ്റ് ബട്ടൺ ഈ പാനലിൻ്റെ അകത്ത് അല്ലെങ്കിൽ ഡിസ്പ്ലേ യൂണിറ്റ് നമ്മുടെ ഫ്രണ്ട് പാനലിനകത്ത് മോഡ് ഓർ റീസെറ്റ് ബട്ടൺ എന്ന് പറഞ്ഞൊരു ഫിഗർ ഉണ്ട്. ഈ ഫിഗറിനകത്ത് നമുക്ക് കാണാം മോഡ് ഓർ റീസെറ്റ് ബട്ടൺ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഡിസ്പ്ലേ യൂണിറ്റിൻ്റെ താഴെയായിട്ട് ഫംഗ്ഷൻ ഡിസ്പ്ലേ കീ എന്നും പറഞ്ഞിട്ട് മോഡ് ഓർ റീസെറ്റ് ബട്ടൺ എന്നും പറഞ്ഞൊരു റീസെറ്റ് ബട്ടൺ കാണിച്ചിട്ട് അതിൻ്റെ താഴെ പ്രോഗ്രാം ഓർ ഡാറ്റ ബട്ടൺ ഉണ്ട്, അതുപോലെ റൺ ഓർ സ്റ്റോപ്പ് ഉണ്ട്. By pressing this button repeatedly, the display will show status at the AC drive such as the reference frequency and output current.
മോഡ് ഓർ റീസെറ്റ് ബട്ടൺ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പ്രസ് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഡിസ്പ്ലേ വിൽ ഷോ സ്റ്റാറ്റസ് അറ്റ് ദ AC ഡ്രൈവ്. അതായത് റെഫറൻസ് ഫ്രീക്വൻസി അതുപോലെ ഔട്ട്പുട്ട് കറണ്ട് പോലുള്ള സ്റ്റാറ്റസിൻ്റെ AC ഡ്രൈവിൻ്റെ അതുപോലുള്ള സ്റ്റാറ്റസുകൾ ഡിസ്പ്ലേയിൽ നമുക്കിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പ്രസ് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഡിസ്പ്ലേയിൽ ഷോ ചെയ്യാൻ തുടങ്ങും. ബൈ പ്രസ്സിംഗ് ദിസ് ബട്ടൺ റിപ്പീറ്റഡ്ലി ദ ഡിസ്പ്ലേ വിൽ ഷോ സ്റ്റാറ്റസ് അറ്റ് ദ AC ഡ്രൈവ് സച്ച് ആസ് ദ റെഫറൻസ് ഫ്രീക്വൻസി ആൻഡ് ദ ഔട്ട്പുട്ട് കറണ്ട്. റെഫറൻസ് ഫ്രീക്വൻസിയും ഔട്ട്പുട്ട് കറണ്ടും പോലുള്ള AC ഡ്രൈവിൻ്റെ സ്റ്റാറ്റസ് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മോഡ് ഓർ റീസെറ്റ് ബട്ടൺ റിപ്പീറ്റഡ് ആയിട്ട് പ്രസ് ചെയ്താൽ മതി. ഇഫ് ദ ഡ്രൈവ് സ്റ്റോപ്സ് ഡ്യൂ ടു എ ഫോൾട്ട്, ഒരു ഫോൾട്ട് കാരണം ഇനി ഒരു ഡ്രൈവ് നിന്നു പോയാൽ കറക്റ്റ് ദ ഫോൾട്ട് ഫസ്റ്റ്, ദെൻ പ്രസ് ദിസ് ബട്ടൺ ടു റീസെറ്റ് ദ ഡ്രൈവ്. ആദ്യം ഫോൾട്ട് കറക്റ്റ് ചെയ്യുക, എന്നിട്ട് റീസെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ മോഡ് ഓർ റീസെറ്റ് എന്ന് പറയുന്ന ബട്ടൺ നമ്മൾ പ്രസ് ചെയ്താൽ മതി. എന്തെങ്കിലും ഫോൾട്ട് വന്നു കഴിഞ്ഞിട്ട് മോട്ടർ നിന്ന് പോയാൽ ആദ്യം ഫോൾട്ട് റെക്ടിഫൈ ചെയ്യുക, എന്നിട്ട് നമ്മൾ റീസെറ്റ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡ്രൈവ് റീസെറ്റ് ആവും. ദ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് പ്രോഗ്രാം ഓർ ഡാറ്റ ബട്ടണാണ്. By pressing this button will store the entered data or can show factory stored data. പ്രോഗ്രാം ഓർ ഡാറ്റ ബട്ടൺ നമ്മൾ പ്രസ് ചെയ്യുന്നതോട് കൂടിയിട്ട് നമ്മൾ എൻ്റർ ചെയ്യുന്ന ഡാറ്റാസ്, നമ്മൾ അതിനകത്തോട്ട് ഫീഡ് ചെയ്യുന്ന ഡാറ്റാസ് അവിടെ സ്റ്റോർ ആവും. അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ക്യാൻ ഷോ ദ ഫാക്ടറി സ്റ്റോർഡ് ഡാറ്റ. അതിൽ ഓൾറെഡി സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ള ഡാറ്റാസ് നമുക്ക് കാണാനും, നമ്മളിപ്പോൾ കൊടുക്കുന്ന ഡാറ്റാസ് അതിനകത്തൊക്കെ അല്ലെങ്കിൽ എൻ്റർ ചെയ്യുന്ന ഡാറ്റാസ് സ്റ്റോർ ചെയ്യാനും വേണ്ടി യൂസ് ചെയ്യുന്ന ബട്ടൺസാണ് പ്രോഗ്രാം ഓർ ഡാറ്റ ബട്ടൺ. ഇനി റൺ ഓർ സ്റ്റോപ്പ് ബട്ടൺ. എന്തിനായിരിക്കും? നമുക്ക് റൺ ചെയ്യാനോ സ്റ്റാർട്ട് ചെയ്യാനോ സ്റ്റോപ്പ് ചെയ്യാനോ വേണ്ടിയിട്ടാണ് റൺ ഓർ സ്റ്റോപ്പ് ബട്ടൺ യൂസ് ചെയ്യുന്നത്. ദിസ് ബട്ടൺ ക്യാൻ ഓൺലി ബി യൂസ്ഡ് ടു സ്റ്റോപ്പ് ദ AC ഡ്രൈവ് വെൻ ഇറ്റ് ഈസ് കൺട്രോൾഡ് ബൈ ദ എക്സ്റ്റേണൽ കൺട്രോൾ ടെർമിനൽസ്. ഇനി എക്സ്റ്റേണൽ കൺട്രോൾ ടെർമിനൽസ് ഉപയോഗിച്ചിട്ടാണ് ഇതിനെ മോട്ടറിന് AC ഡ്രൈവിനെ കൺട്രോൾ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ദിസ് ബട്ടൺ ക്യാൻ ഓൺലി ബി യൂസ്ഡ് ടു സ്റ്റോപ്പ് ദി AC ഡ്രൈവ്. AC ഡ്രൈവിന് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി മാത്രമേ ഈ ബട്ടൺ യൂസ് ചെയ്യുള്ളൂ. ദെൻ അപ്പ് ഓർ ഡൗൺ ബട്ടൺ യൂസ്ഡ് ടു സ്ക്രോൾ ത്രൂ ഡിഫറെൻറ്റ് ഓപ്പറേറ്റിംഗ് വാല്യൂസ് ഓർ പാരാമീറ്റേഴ്സ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഡിഫറെൻറ്റ് പാരാമീറ്റേഴ്സിൻ്റെ ഓപ്പറേറ്റിംഗ് വാല്യൂസ് ഒക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അപ്പ് ആൻഡ് ഡൗൺ ബട്ടൺ യൂസ് ചെയ്യുന്നത്. ബൈ പ്രസ്സിംഗ് ദ അപ്പ് ഓർ ഡൗൺ ബട്ടൺ മൊമെൻറ്ററിലി ഇറ്റ് വിൽ ചേഞ്ച് ദ പാരാമീറ്റർ സെറ്റിംഗ് ഇൻ സിംഗിൾ യൂണിറ്റ് ഇൻക്രിമെൻറ്റ്സ്. സിംഗിൾ യൂണിറ്റ് ഇൻക്രിമെൻറ്റ്സ് വെച്ച് നമ്മൾ ഓരോ പ്രാവശ്യം അപ്പും ഡൗണും പ്രസ് ചെയ്യുന്ന സമയത്ത് സിംഗിൾ യൂണിറ്റിൽ വെച്ചിട്ട് എന്ത് ചെയ്യും, പാരാമീറ്ററിൻ്റെ വാല്യൂസ് മാറി മാറി വരും. ഇപ്പം 50 ഹെർട്സ് ആണ് ഉള്ളതെങ്കിൽ നമ്മൾ ഒന്നുകൂടെ പ്രസ് ചെയ്യുമ്പോൾ അത് 49 ആവും. ഡൗൺ പ്രസ് ചെയ്യുകയാണെങ്കിൽ 49 ആവും, അല്ലെങ്കിൽ അപ്പ് പ്രസ് ചെയ്യുകയാണെങ്കിൽ 51 ആവും. അങ്ങനെ സിംഗിൾ യൂണിറ്റ്സിലാണ് അത് ഇൻക്രിമെൻറ്റ് ചെയ്യുകയും ഡിക്രിമെൻറ്റ് ചെയ്യുകയും ചെയ്യുന്നത്. ടു ക്വിക്ക്ലി റൺ ത്രൂ ദ റേഞ്ച് ഓഫ് സെറ്റിങ്സ്, പെട്ടെന്ന് നമുക്ക് ആക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, പ്രസ് ഡൗൺ ആൻഡ് ഹോൾഡ് ദ ബട്ടൺ. നമ്മൾ ആ ഒരു ബട്ടൺ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് പ്രസ് ചെയ്ത് ഹോൾഡ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ഒരുപാട് വാല്യൂസ് മാറ്റം വരുത്താൻ പറ്റും. മറ്റത് ഓരോ പ്രസ്സിലും ഓരോ സിംഗിൾ യൂണിറ്റാണ് മാറ്റം വരിക. കണ്ടിന്യൂസ് ആയിട്ട് പ്രസ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ, ഹോൾഡ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് വലിയൊരു എമൗണ്ട് ചേഞ്ച് വരുത്താൻ പറ്റും. ദെൻ ഫ്രീക്വൻസി സെറ്റിംഗ് നോബ്. ഇനി അതുപോലെ തന്നെ യൂസിങ് ദിസ് നോബ് ദ ഫ്രീക്വൻസി വേരിയേഷൻ ക്യാൻ ബി ഡൺ. ഫ്രീക്വൻസി സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഫ്രീക്വൻസി സെറ്റിംഗ് നോബ്. ദെൻ RS485 കമ്മ്യൂണിക്കേഷൻ പോർട്ട് എന്ന് പറയുമ്പം ബൈ ഇൻ്റർഫേസിംഗ് ദ ഡ്രൈവ് വിത്ത് പേഴ്സണൽ കമ്പ്യൂട്ടർ ത്രൂ RS485 പോർട്ട് ദ ഡ്രൈവ് ക്യാൻ ബി പ്രോഗ്രാംഡ്. നമുക്ക് ഈ ഡ്രൈവിനെ പ്രോഗ്രാം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു എക്സ്ട്രാ പേഴ്സണൽ കമ്പ്യൂട്ടർ നമുക്ക് അതിനകത്തോട്ട് ഇൻ്റർഫേസ് ചെയ്യിക്കണം എന്നുണ്ടെങ്കിൽ ഏത് പോർട്ടാണ് യൂസ് ചെയ്യാം, RS485 എന്ന കമ്മ്യൂണിക്കേഷൻ പോർട്ട് വഴിയാണ് നമ്മൾ പേഴ്സണൽ കമ്പ്യൂട്ടറിനെ അതിനകത്തേക്ക് കണക്ട് ചെയ്യുന്നത്. അങ്ങനെ പേഴ്സണൽ കമ്പ്യൂട്ടറിനെ നമുക്ക് ഇൻ്റർഫേസ് ചെയ്യിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡ്രൈവിനെ പ്രോഗ്രാം ചെയ്യിക്കാൻ സാധിക്കും. LED displays are also given in the display unit to indicate the status of the drive like run, forward and reverse. Run ആണോ ഫോർവേഡ് ആണോ റിവേഴ്സ് ആണോ എന്നുള്ള സ്റ്റാറ്റസ് ഒക്കെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഡിസ്പ്ലേ യൂണിറ്റിൽ അതിന് വേണ്ടിയിട്ടുള്ള LED ഡിസ്പ്ലേസും കൂടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഓപ്പറേഷൻ ഓഫ് AC മോട്ടോർ ത്രൂ ഡ്രൈവ് ഉപയോഗിച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് ഒരു AC മോട്ടോർ ഓപ്പറേറ്റ് ചെയ്യിക്കുക എന്ന് ഫിഗറിനകത്ത് RL1, SL2 അതുപോലെ T⁻L3 എന്നുള്ള തന്നിട്ടുള്ളതിനകത്ത് ഇന്ത്യക്ക് എന്ത് നമ്മൾ കൊടുക്കുന്നതാണ്, നമ്മൾ സപ്ലൈ കൊടുക്കുന്നത് ആ പിന്നിലേക്കാണ്. R or L1 പോർട്ട്, ഒരു S or L2, ദെൻ T or L3, അങ്ങനെ 3 പോർട്ടുകൾ അല്ലെങ്കിൽ 3 ടെർമിനൽ നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ 3 ടെർമിനലിലേക്കാണ്, അതാണ് അതിൻ്റെ ഡ്രൈവ് ഇൻപുട്ട് ടെർമിനൽസ് എന്ന് പറയുന്നത്. ഈ ഡ്രൈവ് ഇൻപുട്ട് ടെർമിനൽസിലേക്കാണ് നമ്മൾ 3 ഫേസ് സപ്ലൈ കൊടുക്കുന്നത്. ഔട്ട്പുട്ട് ടെർമിനൽസ് അതിൻ്റെ നേരെ ഓപ്പോസിറ്റിൽ റൈറ്റ് സൈഡിലായിട്ട് U⁻T1, V⁻T2, W⁻T3 എന്നൊക്കെ ടെർമിനൽസ് കാണുന്നുണ്ട്. അതിൻ്റെ അകത്തേക്ക് നമ്മൾ മോട്ടോറിൻ്റെ ഔട്ട്പുട്ട് കണക്ട് ചെയ്യും.
ഇനി ബോത്ത് എൻഡ് ആൻഡ് ഔട്ട്പുട്ട് എൻഡ്സ് ആർ എർത്ത്ഡ് സെപ്പറേറ്റ്ലി. ബോത്ത് ഇൻപുട്ട് എൻഡും ഔട്ട്പുട്ട് എൻഡും ഒരുപോലെ എർത്ത് ചെയ്തിട്ടുണ്ടാകും. സെപ്പറേറ്റ്ലി നമ്മൾ എർത്ത് ചെയ്ത് വെക്കും. ദെൻ ചേഞ്ചിങ് ഓഫ് ദ സ്പീഡ് ചേഞ്ച് ചെയ്യൽ എങ്ങനെയാണ്? ദ AC ഇൻപുട്ട് സപ്ലൈ പ്രൊവൈഡഡ് ഷുഡ് മാച്ച് ദ വോൾട്ടേജ് ആൻഡ് ഫ്രീക്വൻസി ഗിവൺ ഓൺ ദ നെയിം പ്ലേറ്റ്. ഇംപ്രോപ്പർ വോൾട്ടേജ് മേ ഡാമേജ് ദ ഡ്രൈവ്. ഇംപ്രോപ്പർ വോൾട്ടേജ് കൊടുത്തു കഴിഞ്ഞാൽ അത് ഡ്രൈവിനെ ഡാമേജ് ചെയ്യിക്കും. പ്രോഗ്രാമിംഗ് ക്യാൻ ബി ഡൺ ത്രൂ മോഡ് ഓർ റീസെറ്റ് ബട്ടൺ ഇൻ അസോസിയേഷൻ വിത്ത് അപ്പ് ഓർ ഡൗൺ കീ. അപ്പ് ഓർ ഡൗൺ കീയും മോഡ് ഓർ റീസെറ്റ് ബട്ടണോട് കൂടിയിട്ട് അപ്പ് ഓർ ഡൗൺ കീ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രോഗ്രാമിംഗ് ചെയ്യാൻ സാധിക്കും. DC ഡ്രൈവിനകത്ത് അത് P എന്ന് പറയുന്ന കീ ആയിരുന്നു മോഡ് ഓർ റീസെറ്റ് ബട്ടണിന് പകരം. ഇവിടെ അത് മോഡ് ഓർ റീസെറ്റ് ബട്ടൺ എന്നൊരു ബട്ടണും അതിൻ്റെ ഒപ്പം അപ്പ് ആൻഡ് ഡൗൺ കീയും കൂടെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രോഗ്രാം ചെയ്യാൻ പറ്റും. ആൻഡ് ദ ഡ്രൈവ് സ്പീഡ് ക്യാൻ ബി ചേഞ്ച്ഡ് ബൈ യൂസിങ് ദീസ് ബട്ടൺസ്. ഡ്രൈവിൻ്റെ സ്പീഡ് ചേഞ്ച് ചെയ്യാനൊക്കെ നമ്മൾ ഈ ബട്ടണാണ് ഉപയോഗിക്കാറുള്ളത്. സ്റ്റാർട്ട് ചെയ്യാനും സ്റ്റോപ്പ് ചെയ്യാനും റൺ ഓർ സ്റ്റാർട്ട് ബട്ടൺ യൂസ് ചെയ്യും. ആൻഡ് ദ മോട്ടോർ ക്യാൻ ബി റൺ അറ്റ് എ ഡിഫറെൻറ്റ് സ്പീഡ് ബൈ പ്രോഗ്രാമിംഗ് ഫോർ ദ റിക്വയർഡ് സ്പീഡ്. റിക്വയർഡ് സ്പീഡിലേക്ക് നമുക്ക് പ്രോഗ്രാം ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ച് മോട്ടോറിന് ഡിഫറെൻറ്റ് സ്പീഡിൽ റൺ ചെയ്യിക്കാൻ സാധിക്കും. ചേഞ്ചിങ് ദ ഡയറക്ഷൻ ഓഫ് റൊട്ടേഷൻ ചേഞ്ച് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ഫസ്റ്റിൽ പ്രസ് റൺ ഓർ സ്റ്റോപ്പ് ബട്ടൺ. ആദ്യം റൺ ഓർ സ്റ്റോപ്പ് ബട്ടൺ പ്രസ് ചെയ്യാം. വെൻ ദ മോട്ടർ ഈസ് കംപ്ലീറ്റ്ലി സ്റ്റോപ്ഡ്, മോട്ടർ കംപ്ലീറ്റ് ആയിട്ടും സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ സെലക്ട് റിവേഴ്സ് പാരാമീറ്റർ ആൻഡ് പ്രസ് റൺ ഓർ സ്റ്റോപ്പ് ബട്ടൺ എഗെയിൻ. നേരത്തെ നമ്മൾ ചെയ്തതുപോലെ തന്നെ DC ഡ്രൈവിൽ ചെയ്ത അതുപോലെ തന്നെ ആദ്യം റൺ ഓർ സ്റ്റോപ്പ് ബട്ടൺ അമർത്തിയിട്ട് അതിനെ ഓൺ ചെയ്യാം. എന്നിട്ട് അല്ലെങ്കിൽ അത് ആദ്യം റൺ ചെയ്തിരിക്കുന്ന മോട്ടറാണെങ്കിൽ റൺ ഓർ സ്റ്റോപ്പ് ബട്ടൺ കൊടുത്തു കഴിഞ്ഞാൽ സ്റ്റോപ്പ് ആവും. സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് റിവേഴ്സ് പാരാമീറ്റർ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും അതിൻ്റെ ഡയറക്ഷൻ റിവേഴ്സ് ആവും. എന്നിട്ട് അതിനെ വീണ്ടും റൺ ഓർ സ്റ്റോപ്പ് ബട്ടൺ കൊടുത്തിട്ട് ഓൺ ചെയ്യണം. ഏതെങ്കിലും റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന കണ്ടീഷനിൽ ഒരിക്കലും ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാൻ നിൽക്കരുത്. ഓഫ് ചെയ്തിട്ടേ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാൻ പാടുള്ളൂ. നൗ ദ മോട്ടർ വിൽ റൺ ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. എന്നിട്ട് പിന്നെ മോട്ടർ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ റൺ ചെയ്യാൻ തുടങ്ങും. Precautions to be observed during installation, connection and operation of the AC drive. Do not connect the AC power to the U bar T1, V bar T2 and W bar T3 terminals and it will damage the AC drive. U bar T1, V bar T2 ഒക്കെ ഏതായിരുന്നു? നമ്മുടെ ഔട്ട്പുട്ട് പോർട്ടുകളാണ് അതൊക്കെ. ഔട്ട്പുട്ട് പോർട്ടുകളിലേക്ക് അറിയാതെ നമ്മൾ AC പവർ ഇൻപുട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ഡ്രൈവിനെ ഡാമേജ് ചെയ്യിക്കും. അപ്പോൾ ഇൻപുട്ട് പോർട്ടിൽ മാത്രമേ കണക്ട് ചെയ്യാൻ പാടുള്ളൂ. RL1, SL2 ഒക്കെയാണ് നമ്മുടെ ഇൻപുട്ട് പോർട്ട്. അതിന് പകരം U bar T1, V bar T2, W bar T3യിലേക്കൊക്കെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ AC ഡ്രൈവ് ഡാമേജ് ആയിപ്പോവും. Then ensure all screws are tightened to the proper torque rating. During installation, follow all electrical and safety codes. എല്ലാ ലോക്കൽ ഇലക്ട്രിക്കൽ ആൻഡ് സേഫ്റ്റി കോഡ്സ് എല്ലാം പാലിച്ചുകൊണ്ട് ചെയ്യുക. അതുപോലെ പ്രോപ്പർ ടോർക്ക് റേറ്റിംഗിലേക്ക് ടൈറ്റൻ ചെയ്ത് വെക്കുക. Then ensure that the appropriate protective devices are connected between the power supply and AC drive. പവർ സപ്ലൈക്കും AC ഡ്രൈവിനൊക്കെ ഇടയ്ക്കുള്ള അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള എല്ലാ പ്രൊട്ടക്റ്റീവ് ഡിവൈസും സർക്യൂട്ട് ബ്രേക്കറും ഫ്യൂസസ് എല്ലാം കണക്ട് ചെയ്തിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. Make sure that the leads are connected correctly and the AC drive is properly grounded. എല്ലാ ഗ്രൗണ്ട് കണക്ഷൻസും പ്രോപ്പർലി കൊടുത്തിട്ട് നമ്മുടെ AC ഡ്രൈവ് പ്രോപ്പർലി ഗ്രൗണ്ട് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക. ഗ്രൗണ്ട് റെസിസ്റ്റൻസ് ഷുഡ് നോട്ട് എക്സീഡ് 0.1 ohm. ഗ്രൗണ്ട് റെസിസ്റ്റൻസ് ഒരിക്കലും 0.1 ohമിനേക്കാളും കൂടാൻ പാടില്ല. ഗ്രൗണ്ട് റെസിസ്റ്റൻസ് പരമാവധി ലോ റെസിസ്റ്റൻസിൽ കീപ്പ് ചെയ്യണം. യൂസ് ഗ്രൗണ്ട് ലീഡ്സ് ദാറ്റ് കംപ്ലൈ വിത്ത് സ്റ്റാൻഡേർഡ്സ് ആൻഡ് കീപ് ദം ആസ് ഷോർട്ട് ആസ് പോസിബിൾ. ഗ്രൗണ്ട് ലീഡ്സ് എപ്പോഴും എല്ലാ സ്റ്റാൻഡേർഡ്സും പാലിച്ചുകൊണ്ടായിരിക്കണം വെക്കേണ്ടത്. ആൻഡ് കീപ് ദം ആസ് ഷോർട്ട് ആസ് പോസിബിൾ. പരമാവധി ഷോർട്ടാക്കി വെക്കാൻ ശ്രമിക്കുക. ദെൻ മൾട്ടിപ്പിൾ VFD L യൂണിറ്റ്സ് ക്യാൻ ബി ഇൻസ്റ്റാൾഡ് ഇൻ വൺ ലൊക്കേഷൻ. ഒരു ലൊക്കേഷനിൽ തന്നെ മൾട്ടിപ്പിൾ വേരിയബിൾ ഫ്രീക്വൻസി ഡ്രൈവ് യൂണിറ്റ്സ് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും. ഓൾ ദ യൂണിറ്റ്സ് ഷുഡ് ബി ഗ്രൗണ്ടഡ് ഡയറക്ട്ലി ടു ദ കോമൺ ഗ്രൗണ്ട് പോയിൻറ്റ്. ഇതിന് എല്ലാത്തിനെയും കൂടെ നമുക്ക് എന്ത് ചെയ്യാം? ഒരുപാട് യൂണിറ്റ്സ് നമുക്ക് കണക്ട് ചെയ്യാൻ സാധിക്കും. പക്ഷേ അതെല്ലാം ഒരുമിച്ച് ഒരു ഗ്രൗണ്ട് പോയിൻറ്റിലേക്ക് കണക്ട് ചെയ്യാം. Make sure that the power source is capable of supplying the correct voltage and required current to the DC drive. അതായത് പവർ സോഴ്സ് ഈസ് capable of supplying the correct voltage. Make sure that the power source is capable of supplying the correct voltage. നമ്മൾ കൊടുക്കുന്ന പവർ സപ്ലൈ അല്ലെങ്കിൽ പവർ സോഴ്സിന് വേണ്ടത്ര വോൾട്ടേജ് സപ്ലൈ ചെയ്യാൻ സാധിക്കും എന്ന് ഉറപ്പുവരുത്തുക. അല്ലെങ്കിൽ വേണ്ടത്ര കറണ്ടും വേണ്ടത്ര വോൾട്ടേജും സപ്ലൈ ചെയ്യാൻ സാധിക്കുന്ന ഒരു പവർ സോഴ്സ് വേണം നമ്മൾ യൂസ് ചെയ്യാൻ. ഡു നോട്ട് അറ്റാച്ച് ഓർ റിമൂവ് വയറിംഗ് വെൻ ദ പവർ ഇസ് സപ്ലൈ ടു ദ AC ഡ്രൈവ്. AC ഡ്രൈവിലേക്ക് പവർ കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്തേക്ക് വയറിംഗ് അറ്റാച്ച് ചെയ്യാനോ റിമൂവ് ചെയ്യാനോ പാടില്ല.
ഡു നോട്ട് മോണിറ്റർ ദ സിഗ്നൽസ് ഓൺ ദ സർക്യൂട്ട് ബോർഡ് വൈൽ ദി എ സി ഡ്രൈവ് ഈസ് ഇൻ ഓപ്പറേഷൻ. എ സി ഡ്രൈവ് ഓപ്പറേഷനിലിരിക്കുന്ന സമയത്ത് സിഗ്നൽസ് മോണിറ്റർ ചെയ്യാൻ പാടില്ല. സർക്യൂട്ട് ബോർഡിൻ്റെ മേലെ സിഗ്നൽസ് മോണിറ്റർ ചെയ്യാൻ പാടില്ല. ഈ ഫിൽട്ടർ ഈസ് റിക്വയർഡ് ഫോർ റെഡ്യൂസിങ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻ്റർഫറൻസ്. ഇലക്ട്രോമാഗ്നറ്റിക് ഇൻ്റർഫറൻസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫിൽറ്റേഴ്സ് യൂസ് ചെയ്യുകയാണെങ്കിൽ ഇൻസ്റ്റാൾ ഇറ്റ് ആസ് ക്ലോസ് ആസ് പോസിബിൾ ടു ദി എ സി ഡ്രൈവ്. എ സി ഡ്രൈവിൻ്റെ അടുത്തേക്ക് പരമാവധി അടുത്താക്കിയിട്ട് ഇൻസ്റ്റാൾ ചെയ്യാൻ ശ്രമിക്കുക.